പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 31-ാം വാക്യം. ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. പ്രിയ മക്കളെ, ഇന്നത്തെ ചിന്തയെന്ന് പറയുന്ന മന്ന എന്നതിനെ പറ്റിയാണ്. നോക്കൂ, ഇസ്രായേൽ ജനത്തിന് മരുഭൂപ്രയാണത്തിൽ ലഭിച്ച അത്ഭുതകരമായ ഭക്ഷണമാണ് ഈ മന്ന. ഇത് നിലത്ത് കിടക്കുന്നത് കണ്ട് ഇസ്രായേൽ ജനം അത്ഭുതപ്പെട്ടു. ഇതെന്തെന്ന് തമ്മിൽ ചോദിച്ചു. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 14-15 വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രഭാതകാലത്ത് പാളയത്തിന്റെ ചുറ്റും മഞ്ഞു വീണു കിടന്ന മഞ്ഞു മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിന്റെ മാതിരിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞു പോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറെ എന്തെന്നറിയായികയാൽ ഇതെന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശെ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരം ആകുന്നു. നോക്കൂ, ഇത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല പറക്കേണ്ടത്, അതിനെല്ലാം വ്യവസ്ഥകളുണ്ട്. 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഓരോരുത്തനെ ഭക്ഷിക്കാകുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവിൻ, താന്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണമെന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, പക്ഷെ ഇന്നുള്ളത് പോലെ അന്നും പറയുന്നത് കേട്ടനുസരിക്കാതെ കുറെ പേരുണ്ടായിരുന്നു. അവർ ഇഷ്ടം പോലെ പെറുക്കി. എന്നാൽ 17-ഉം 18-ഉം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി. ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവൻ ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല. എന്നാൽ 19-20 വാക്യത്തിൽ നോക്കൂ, പിറ്റേ നാളത്തേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു. എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റേ നാളത്തേക്ക് കുറെ ശേഷിപ്പിച്ചു. അത് ക്രമിച്ചു നാറി. പ്രിയ മക്കളെ, ഹല്ലേലൂയ. കർത്താപ്പച്ചൻ എന്തു പറയുന്നുവോ അതനുസരിക്കുവാൻ ആദ്യമേ ഒരുക്കമുള്ളവരായിരിക്കണം. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട്, ശബത്തൊഴികെ എല്ലാ ദിവസവും രാവിലെ മന്ന വീണിരുന്നു. അത് ഉറച്ച ഹല്ലേലൂയ മഞ്ഞുള്ള, അത് നേരിയ വസ്തു, ഉറപ്പുള്ള നേരിയ വസ്തുവായിരുന്നു. വെയിൽ മൂക്കുമ്പോൾ മന്ന ഉരുകിപ്പോകും. എന്നാൽ ശബത്തിന്റെ തലേ ദിവസം പെറുക്കി ശബത്തിന് സൂക്ഷിച്ചു വെക്കുന്നത് നാറുകയില്ല. നോക്കൂ, നേരത്തെ പറഞ്ഞു അത് നിങ്ങൾ പിറ്റേ നാളത്തേക്ക് ശേഷിപ്പിക്കരുത്. പിന്നെ ഇവിടെ പറഞ്ഞു ശബത്ത് നാളെ ഉള്ളത് കൊണ്ട് ഇന്ന് ശബത്തിന് വേണ്ടുന്നതൂടെ പെറുക്കിക്കൊള്ളാൻ. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് പാകം ചെയ്തോ ചുട്ടോ ഭക്ഷിക്കാം. ഇത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയുടെ രുചിയുള്ളതുമായിരുന്നു. ഇസ്രായേൽ ജനം ഇത് 40 വർഷം ഭക്ഷിച്ചു. പ്രിയ മക്കളെ, ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠകരമായ രീതിയിലാണ് ഇസ്രായേൽ മക്കളെ നടത്തിയതെന്നുള്ളത്. നോക്കൂ, 40 വർഷം ഈ ഒരേ ഭക്ഷണം കഴിച്ചിട്ടും അവർക്ക് യാതൊരു മടുപ്പും തോന്നിയില്ല. നമ്മുടെ ദൈവം ഇതുപോലെയാ നമ്മയും കരുതുന്നത്. ഹല്ലേലൂയ. കൈ എത്തിപ്പിടിക്കത്തക്ക രീതിയിലാ നമ്മുടെ വിഷയത്തിന്റെ മറുപടി ലഭിക്കുന്നത്. ഹല്ലേലൂയ. പിറുപിറുക്കാതെ ദൈവം പറയുന്നത് അനുസരിച്ച് മുൻപോട്ട് പോയാൽ ജീവകാലം മുഴുവനും അനുഗ്രഹത്താൽ നമ്മെ വഴി നടത്തും. ഹല്ലേലൂയ. നോക്ക്, എന്നും മന്ന കിട്ടുമെന്ന് പറഞ്ഞ് കിടന്നുറങ്ങാൻ പറ്റില്ല. ഹല്ലേലൂയ. നോക്കൂ, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കനാൻ ദേശത്തിലെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആ ആണ്ട് അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇതിനെല്ലാം ഒരു വ്യവസ്ഥയുണ്ട്. ഹല്ലേലൂയ. ദൈവം പറയുന്നതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന നാളുകളിൽ ഉറങ്ങിക്കിടക്കുവാനുള്ളവരല്ല, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരണം. കർത്താവ് പറയുന്നത് നമ്മൾ അനുസരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ.
പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം തന്നെ 32-33 വാക്യത്തിൽ ഹല്ലേലൂയ പിന്നെ എഴുതിയിരിക്കും. ഒന്നും കൂടി നമുക്ക് നോക്കാം. പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യമാവത്, ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമി ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിനെ സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണമെന്ന് പറഞ്ഞു. അഹരോനോട് മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മന്നയിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷ്യ സന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. പ്രിയ മക്കളെ നോക്കൂ, ഇതെല്ലാം പറയുന്നതാ പാത്രത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. നോക്കൂ, പിറ്റേ ദിവസത്തേക്ക് വെച്ചത് നാറിപ്പോയെങ്കിൽ ഹല്ലേലൂയ ഇവിടെ സൂക്ഷിച്ചു വെക്കുവാൻ അത് തലമുറകൾ അറിയുവാൻ വേണ്ടിയാണ്. നോക്കൂ, ഇതിൽ വെച്ചത് ക്രമിച്ചു പോകാതിരുന്ന് എന്തുകൊണ്ടാ? ഈ പാത്രത്തിന്റെ ഹല്ലേലൂയ പ്രത്യേകതയാണ്. പ്രിയ മക്കളെ, നിയമപ്പെട്ടകത്തിനകത്തുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ മന്ന ഇട്ട് വെച്ച പൊൻപാത്രത്തെ കുറിച്ച് എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, പുതിയ നിയമത്തിന്റെ മന്ന എന്ന് പറയുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പെർഗാമോ സഭയിലെ ജയാളിക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രതിഫലങ്ങളിൽ ഒന്നാണ് ഈ മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറയുന്നത്. നോക്കൂ, മന്നയെ ശക്തിമാന്മാരുടെ അപ്പമെന്നും സ്വർഗീയ ധാന്യമെന്നും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 78-ാം അധ്യായം 24-25 വാക്യത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ക്രിസ്തുവാണ്. മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചവർ മരിച്ചുവെങ്കിൽ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവന്റെ അപ്പമായി ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കയില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്നും നമ്മൾ ജീവനോട് ഇരിക്കുന്നത് ഹല്ലേലൂയ സ്വർഗീയ പിതാവ് നമുക്ക് തരുന്ന ആ മന്നയുടെ ഫലം കൊണ്ടാണ്. ഈ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ കർത്താവ് പറയുന്നത് അനുസരിച്ച് നാം മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുന്നവരായി അപ്പൻ പറയുന്നത് അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വാഗ്ദത്തങ്ങൾ പറഞ്ഞതൊന്നും നിഷ്ഫലമാകി പോവുകയില്ല. ഹല്ലേലൂയ. അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. മരുഭൂമിയിൽ 40 വർഷം ഹല്ലേലൂയ മന്ന തിന്നു നടന്ന ജീവിതങ്ങളെ കർത്താവ് ഹല്ലേലൂയ പോഷിപ്പിച്ച് അവർക്ക് ഒരു കുറവും വരുത്തിയില്ലെങ്കിൽ ദൈവം നമ്മയും നടത്തുവാൻ ശക്തനാണ്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളുടെ മധ്യത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവ് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ ഏത് വിഷയത്തിനു വേണ്ടി അവർ ഭാരത്തോടായിരിക്കുന്നു അതിന്മേൽ കർത്താവിന്റെ അത്ഭുതകരം കാണുവാൻ ദൈവം സഹായിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഇന്നത്തെ ഞങ്ങളുടെ മന്ന. ഹല്ലേലൂയ. അപ്പനെ ഹല്ലേലൂയ ഭക്ഷിക്കുന്നവർ ഹല്ലേലൂയ ഒരിക്കലും മരിക്കയില്ല. ഹല്ലേലൂയ. ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ ക്രിസ്തു ഞങ്ങളിൽ വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടുന്ന ഹല്ലേലൂയ കർത്താവ് വെച്ച കൃപയാണ്. ഹല്ലേലൂയ. എല്ലാം ഞങ്ങളുടെ അപ്പനാണ്. ദിവസങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ഓരോ മക്കളെയും ദൈവം സഹായിക്കണം. അത്ഭുതത്താൽ ദൈവം വഴി നടത്തണമേ അപ്പാ. വേണ്ടുന്ന മന്നകൾ കൊടുക്കണമേ കർത്താപ്പച്ച. കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.